10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളോടും ചോദ്യം ഉയരും. ഏത് സ്ട്രീമാണ് എടുക്കുന്നത്? സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ? നിങ്ങൾക്ക് ആരാണ് ആയിത്തീരേണ്ടത്? ഡോക്ടറാണോ, എൻജിനീയർ ആണോ, അതോ CA ആണോ എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കിയിട്ടാണോ ഏത് സ്ട്രീമാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ പ്രിയ, കൗൺസിലർ, സൈക്കോതെറാപ്പിസ്റ്റ് ആൻഡ് ലൈഫ് കോച്ചാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്നത്, 10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഒരു ചോദ്യം ഉയരും അല്ലേ? ഏത് സ്ട്രീമാണ് എടുക്കുന്നത്? സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, അതോ ഹ്യൂമാനിറ്റീസ് ആണോ? ഏത് സ്ട്രീം എടുക്കണം എന്നതിലുപരി ആരാണ് നിങ്ങളുടെ കുട്ടി എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ശരിയായ അറിവില്ലാതെ എടുക്കുന്ന തീരുമാനം ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്നതായി തീരാം. സാധാരണ എന്താ നടക്കുക? എൻ്റെ ഫ്രണ്ട് സയൻസ് എടുത്തു, അതുകൊണ്ട് ഞാനും എടുത്തു. അല്ലെങ്കിൽ കുടുംബത്തിൽ കുറച്ച് പേര് കൊമേഴ്സ് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു സ്കില്ലുണ്ടാകും സ്വാഭാവികമായിട്ടും, അതുകൊണ്ട് ഞാനും അതെടുക്കാം. അല്ലെങ്കിൽ പാരൻസ് സപ്പോർട്ട് ചെയ്യും, നീ അതെടുത്തോ, അതായിരിക്കും നല്ലത് എന്നൊക്കെ. അല്ലെങ്കിൽ കുട്ടിക്ക് നല്ല മാർക്കുണ്ട്, ഫുൾ A1 ഉണ്ട് ഓർ ഫുൾ A+ ഉണ്ട്, അപ്പോൾ സയൻസ് ആയിരിക്കും സ്യൂട്ടബിൾ ആവുക. ഒന്നുകിൽ ഡോക്ടർ ആവാം, അല്ലെങ്കിൽ എൻജിനീയർ ആവാം. ഓക്കെ, മാർക്ക് നല്ലത് തന്നെ, നല്ലതാണ്, ആവശ്യവുമാണ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ എടുക്കുന്ന മേഖലയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കുട്ടിക്ക് സാധിക്കുമോ? അതാണ് ചോദ്യം. എൻ്റെ അനുഭവത്തിൽ തന്നെ എൻജിനീയറിങ്ങിന് ചേർന്ന ഒരു കുട്ടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ക്ലാസ്സിൽ കാണാതെ ആയപ്പോൾ ആ കുട്ടിയുടെ അധ്യാപകർ കുട്ടിയെ അന്വേഷിച്ച് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ വളരെ സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫുള്ള ആളുകളാണ്. കുട്ടി വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ കുറച്ച് ദിവസം എൻജിനീയറിംഗ് ക്ലാസ്സിലിരുന്നപ്പോൾ ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു സമ്മർദ്ദം, അതായത് ആ കുട്ടിക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ കുട്ടിയുടെ മാതാപിതാക്കൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ എടുത്തത്. ആ കുട്ടിക്ക് തോന്നുന്നു അതല്ല ആ കുട്ടിയുടെ മേഖല എന്ന്. അതായിരുന്നു ടെൻഷൻ. ചിലർ വീട്ടുകാരുടെ സമ്മർദ്ദം ഉണ്ടെങ്കിലും അത് ധിക്കരിച്ചുകൊണ്ട് അവരവരുടെ ഇഷ്ടങ്ങളെ സംരക്ഷിക്കുന്ന കുട്ടികളുണ്ട്. ചിലർക്ക് അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ അവനവൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മാതാപിതാക്കളുടെ സ്നേഹത്തിന് മുൻപിൽ അവരുടെ താല്പര്യത്തെ കാത്തുരക്ഷിക്കാൻ വേണ്ടി ഇഷ്ടമില്ലാതെ കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. പിന്നീട് ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, അതാണ് നാം നോക്കേണ്ടത്. പഠിക്കാൻ വരുന്ന കാലത്ത് തന്നെ അവരുടെ ആ ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞു പോകുന്നത് കാണാറുണ്ട്. തെറ്റായ സ്ട്രീമല്ല പ്രശ്നം, എല്ലാ സ്ട്രീമും നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ കുട്ടി ആരാണ് എന്നറിയാതെ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് പ്രശ്നം. ഞാനിവിടെ നിങ്ങളോട് പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് മാപ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതായത് മൈൻഡ് ഓർ മനസ്സ്, എബിലിറ്റി ഓർ കഴിവ്, പാത്ത് മീൻസ് വഴി അല്ലേ? അങ്ങനെ ആ കുട്ടിയുടെ മനസ്സ് അറിയുക, കുട്ടിയുടെ എബിലിറ്റി മനസ്സിലാക്കുക, എന്നിട്ട് വഴി കാണിക്കുക. അതാണ് മാപ്പ് മോഡൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടിക്ക് എന്താണ് ഇഷ്ടം? അക്കങ്ങളാണോ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സൃഷ്ടിപരമായ കാര്യങ്ങളാണോ, ആളുകളുമായിട്ട് സംസാരിക്കുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തുന്നതാണോ?
എന്താണ് ഇഷ്ടം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇഷ്ടമില്ലാത്തടത്ത് വളർച്ചയുണ്ടാകില്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മളൊരു കോഴ്സ് എടുത്തു, പഠിച്ചു, അതിൽ മാർക്ക് വാങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം ജോലി പോലും കിട്ടുന്ന കാലഘട്ടമല്ല ഇത്. സ്കില്ല് ഉണ്ടാകണം. സ്കില്ല് ഉണ്ടാകണമെങ്കിൽ ഏറ്റവും റൂട്ട് ആയിട്ട് ആ ഒരു പാഷൻ ഓർ ആ കാര്യത്തോടുള്ള ഒരു എന്താ പറയുക, ഭയങ്കരമായ ആഗ്രഹം എന്ന് പറയില്ലേ, വളരെ തീവ്രമായ ആഗ്രഹം ഉള്ള ഒരു കാര്യം പ്രാക്ടീസ് കൊണ്ട് നമ്മൾ വളർത്തി എടുത്തെങ്കിൽ മാത്രമാണ് സ്കിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇഷ്ടമില്ലാത്തിടത്ത് വളർച്ചയുണ്ടാകില്ല. അതുപോലെ പിന്നത്തെ കാര്യമാണ് എബിലിറ്റി ഓർ ശേഷി. കുട്ടിക്ക് എന്താണ് കഴിവുള്ളത്, ഓർമ്മശക്തി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ സൃഷ്ടിപരത ഓർ ക്രിയേറ്റിവിറ്റി ആ ഒരു മേഖലയിൽ എത്രത്തോളം ഉണ്ട്, അതൊക്കെ വിശകലനം ചെയ്യണം. ഇഷ്ടം മാത്രം പോരാ, കഴിവും വേണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലരൊക്കെ ചില മേഖലകളിൽ ഉള്ള വ്യക്തികൾ അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇക്കണോമിക് ബെനഫിറ്റും എല്ലാം നോക്കിക്കൊണ്ട് എനിക്കത് മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ മേഖലയിൽ കഴിവുണ്ടോ അതുകൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെയാണ് പാത്ത് എന്നുള്ളത് വരുന്നത്. അതായത് ഇക്കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നേരത്തെ ഞാൻ പറഞ്ഞ മൈൻഡും എബിലിറ്റി നോക്കി അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ശരിയായ വഴി തിരഞ്ഞെടുക്കണം. സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീമും ബെസ്റ്റ് തന്നെ. പക്ഷേ നമ്മുടെ കുട്ടിക്ക് അനുയോജ്യമാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഏത് മേഖലയിലായിരുന്നാലും സ്കില്ലുണ്ടെങ്കിൽ വളരെ നല്ല ഭാവി ഉണ്ടാവും. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് പലരുടെയും ജീവിതത്തിൽ. അങ്ങനെ വരുമ്പോഴാണ് കുറച്ച് കാലം കഴിയുമ്പോൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒത്തിരി വഴിമാറി നടക്കുന്ന വ്യക്തികളെ നമ്മളും കാണാറുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. സയൻസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ സയൻസ് സബ്ജക്റ്റുകളോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതെടുത്തതിന് ശേഷം ഏത് മേഖലയിൽ ജോലി ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത കുട്ടിയാണ് സയൻസ് സ്ട്രീമിൽ ചെന്നുപെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും സമ്മർദ്ദം കൂടും, സ്ട്രെസ്സ് കൂടും സ്വാഭാവികമായിട്ടും. അതുപോലെ കോമേഴ്സ് പഠിക്കുന്ന താല്പര്യമുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ബിസിനസ്സും അക്കൗണ്ട്സും ഫിനാൻസും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് കൊമേഴ്സ് സ്ട്രീം നമ്മൾ ചൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഹ്യൂമാനിറ്റീസും. മനുഷ്യരുമായിട്ട് ഇടപെടാൻ ആഗ്രഹമുള്ളവർക്ക്, അത്തരം കാര്യങ്ങളിൽ ക്രിയേറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ളവർക്ക്, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര താല്പര്യമുള്ളവർക്ക്, അതുപോലെ സാമൂഹിക ബോധം എല്ലാം ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ഹ്യൂമാനിറ്റീസ് വളരെ വലിയ അവസരങ്ങൾ അവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളോട് ഒരു ചെറിയ അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും കുട്ടിയിൽ അടിച്ചേൽപ്പിക്കരുതേ. കുട്ടി നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ചിലപ്പോഴെങ്കിലും നമ്മളെ അനുസരിച്ചേക്കാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം നമ്മളോട് പറയാൻ അവർക്ക് മടിയുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പം, ഓരോരോ ടെൻഷൻ, ആങ്സൈറ്റി എല്ലാം അവരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ, നിർബന്ധിക്കരുത്. അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുവാണ്. കുട്ടികളോട് പറയുക, കുട്ടികൾക്ക് ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ എഴുതാൻ.
അതുപോലെ മാതാപിതാക്കളും എഴുതൂ, എൻ്റെ കുട്ടിയുടെ 3 കഴിവുകൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നാണ് ഏതാണ് ഈ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ഇഷ്ടം എന്ന് മനസ്സിലാക്കുക. സ്ട്രീം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സബ്ജക്റ്റ് ചോയ്സ് മാത്രമല്ല, അതൊരു ലൈഫ് ഡയറക്ഷൻ തന്നെയാണ്. കുട്ടിയുടെ മനസ്സറിഞ്ഞാൽ ശരിയായ വഴി നിങ്ങൾക്ക് സ്വാഭാവികമായി കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ബയോയിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സയൻറ്റിഫിക്കായിട്ട് സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് ഓരോ കുട്ടിയുടെയും ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരു നിങ്ങളുടെ കുട്ടിയുടെ മനസ്സറിഞ്ഞ് ഇഷ്ടങ്ങളറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഫുള്ളി ഓൺലൈനായിട്ട് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു.